CPM അതിന്റെ രാഷ്ട്രീയം ശരിക്കും കളിക്കുന്നുണ്ട് മുകേഷിന്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ MLA സ്ഥാനം എപ്പോഴേ രാജിവെച്ച് പോകുന്നതാണ്. ഇതിൽ അവരുന്നയിക്കുന്ന ഒരു കാര്യം ഇതാണ്: അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ഇതിനു വേണ്ടി രാജിവെക്കണം. അധികാര സ്ഥാനത്തിരിക്കുന്ന ആളല്ലല്ലോ. ശുദ്ധ പോഷ്കാണിത്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ മുകേഷ് എന്ന് പറയുന്ന MLA പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്ഥാനം നോക്കൂ. നിങ്ങൾ മുകേഷും DGPയും കൂടി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും കൂടി പങ്കെടുക്കുന്ന ഏതെങ്കിലും പരിപാടിയുടെ ബ്രോഷർ പഴയതോ പുതിയതോ നോക്കിക്കോളൂ. അതിൽ MLA മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രി കഴിഞ്ഞാൽ ഉടനെ MLA വരുന്നു. അത് കഴിഞ്ഞ് മാത്രമേ ചീഫ് സെക്രട്ടറി വരൂ, അതും കഴിഞ്ഞ് DGP വരൂ. അതാണ് അതിന്റെ പ്രോട്ടോകോൾ. അതിന്റെ അധികാര ഘടന എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അധികാരിയാണ്, അവകാശമുള്ള ആളാണ്, MLA ഫണ്ട് കിട്ടുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കീഴിലാണ് DGP വരുന്നതെന്ന് വ്യക്തമായല്ലോ. ഈ DGP എന്ന് പറയുന്ന ആളിന് എങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടൊരു നടപടിയെടുക്കാൻ സാധിക്കും? MLA ആയിരിക്കുമ്പോൾ മടിക്കില്ലേ? അങ്ങനെ നമ്മൾ എത്രയോ കേസുകൾ കണ്ടിട്ടുള്ളതാ. അതിശക്തമായിട്ടുള്ള സമ്മർദ്ദവും കോടതിയുടെ നിരീക്ഷണവും വന്നാൽ ചിലപ്പോൾ നടപടിയെടുത്തെന്നിരിക്കും. അല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല സാധാരണഗതിയിൽ. എന്ന് മാത്രമല്ല, ഈ MLAക്ക് DGPയെ വരട്ടാൻ തന്നെ മാറ്റും എന്ന് പറഞ്ഞ് ഫയർ ആൻഡ് റെസ്ക്യൂലോട്ടോ മറ്റോ മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് അത് തെളിവാകും. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജന്റ് വഴി പറഞ്ഞു കഴിഞ്ഞാൽ അട്ട ചുരുളുന്നവരുള്ള ചുരുളുന്ന DGPമാരെ നമുക്കിപ്പോ നിലവിലുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനിപ്പോ റിട്ടയർ ചെയ്യാൻ പോവാ. അതിനിടയ്ക്ക് എന്തിനാ വേറൊരു പോസ്റ്റും ഗവൺമെന്റിൽ കിട്ടും, അതും കൂടെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മുകേഷിനെ ക്ലീൻ ചിറ്റുമായിട്ട് പുറത്തു വിടാൻ പറ്റും. നമ്മൾ അങ്ങനെ എത്ര കണ്ടിരിക്കുന്നു. PJ ജോസഫ് ഇതിനേക്കാളിലൊക്കെ വലിയൊരു കേസിന്റെ നടുക്ക് നിന്ന് കത്തിയതല്ലേ, ആളി കത്തിച്ചതല്ലേ കേരളം, മറന്നുപോയോ? അവിടെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, പത്രങ്ങളെല്ലാം പറഞ്ഞ പേരാണ്. സൂര്യയിലെ ഒരു വാർത്താ വായനക്കാരുടെ കാര്യത്തിൽ ആ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണിച്ച ഒരു ശ്രമം പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നപ്പോ എത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആ കാര്യത്തില് അദ്ദേഹം രാജിവെച്ചില്ലേ? സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ലേ? രാജിവെച്ച് അദ്ദേഹം ക്ലീൻ ചിറ്റുമായിട്ട് പുറത്തു വന്നു. രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് അഖിലേന്ത്യാ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി. റെജീന, ആ പ്രതിയുടെ പേര് പറയുന്നത് തെറ്റാണ് എങ്കിൽ തന്നെ അതെല്ലാവർക്കും അറിയ പരിചയമായ പേരെങ്കിലും ഞാൻ പറയുന്നില്ല. ആ അതിജീവിത കൊടുത്ത കേസിൽ ഐസ്ക്രീം പാർലർ കേസെന്നാണ് അത് അറിയപ്പെടുന്നത്. ഐസ്ക്രീം എന്ന് പറയുന്നത് അതോടുകൂടി ഒരു എന്താ പറയുന്നത്, അതൊരു ചുരുക്കപ്പേരായിട്ട് തീർന്നിട്ടുണ്ട്. ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു അശ്ലീലവുമായിട്ട് തീർന്ന ഒരു സംഭവമാണത്. അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്നുള്ള നിലയിൽ പരിഗണിച്ച ഒരു കേസ്, പോക്സോ ആയിട്ട് ഇപ്പോ വ്യാഖ്യാനിക്കാവുന്ന കേസ്. ആ കേസ് വന്നല്ലോ. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചില്ലേ? പിന്നെന്താ, മുകേഷ് എന്താ കൊമ്പുണ്ടോ? കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നതുപോലെ മുകേഷും തിരിച്ചു വന്നുകൂടെ? അദ്ദേഹം ക്ലീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാമെങ്കിൽ അത് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പറ്റി, സത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്തുകൂടാ? എന്ന് മാത്രമല്ല, ഇപ്പോ നയരൂപീകരണത്തിന്റെ സമിതിയുണ്ട് കേരള ഗവൺമെന്റ് രൂപവൽക്കരി, അതിലിപ്പോഴും ഇരിക്കുക. അതിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ശശിക്കെതിരെയൊക്കെ നടപടി തീവ്രമായിട്ട് കൈക്കൊള്ളുന്നു. മുകേഷിന്റെ കൊമ്പുണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നില്ല? മാറി നിൽക്കണം മര്യാദയ്ക്ക്, ധാർമ്മികമായിട്ട്. നാണമുണ്ടെങ്കിൽ മാറി നിൽക്കണം. എത്ര ആളുകളാണ് അദ്ദേഹത്തെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചത്? ആ മര്യാദയല്ല. അദ്ദേഹം ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇന്ന് തമാശയായിട്ട് കാണുന്നത്, തമാശ അല്ലായിട്ട് ആ സിനിമയിലൊക്കെ കാണിക്കുന്ന തമാശ അല്ല, ഇത് കുസൃതിയായിട്ട് ചിലപ്പോൾ കുറെ ആരാധകരും അന്തരമായിട്ടുള്ള പാർട്ടി വൃത്തങ്ങളും ഒക്കെ കാണും. മുകേഷ് തെറ്റ് ചെയ്യുകയില്ല, പറയുന്നുണ്ട്. അങ്ങനെ മാന്യനായിട്ടുള്ള ഇന്ത്യയൊക്കെ അറിയപ്പെടുന്ന നടനാണ്. അതുകൊണ്ട് എന്താ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനുള്ള അവകാശമുണ്ടോ? എന്ത് വിഡിതമാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് രാഷ്ട്രീയ പക്ഷപാതമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് രാജിവെക്കെ ഉണ്ടാകുന്നു. എന്ത് മര്യാദകളായി പറയുന്നത്? ജനങ്ങളുടെ വോട്ട് കിട്ടിയ അധികാരത്തിൽ. പിന്നെ വേറൊരാൾ പറയുന്നത് കേട്ടു, 100 പേരൊപ്പിട്ട ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുത്തു വനിതകളുടെ സംഘടന. അപ്പൊ അതിനൊരാളിരുന്ന് ന്യായീകരണം, പത്രപ്രവർത്തകനാണ്. ഈ പത്രപ്രവർത്തകർക്കൊക്കെ ഇത്രയും വിവരമേ ഉള്ളൂ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് 100 പേരുടെ വോട്ട് കൊണ്ടൊന്നും അല്ല മുകേഷ് ജയിച്ചത്, 1000 അല്ല 10,000 ലക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം 100 പേരുടെ ഒരു പരാതി വന്നാൽ എന്ത് വിവരക്കേടാണ് താങ്കൾ ഈ പറയുന്നത്?
ഒരു പെൺകുട്ടി മൊഴി കൊടുത്താൽ രാജിവെക്കേണ്ടതേ ഉള്ളൂ. അപ്പൊ പോസ്റ്റാണിത്. തനിക്കെതിരെ അപരാധം നടന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ, മാനഭംഗം നടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ പരാതി കൊടുത്തുള്ളൂ. ഇനി മണ്ഡലത്തിലുള്ള 1,00,000 പേരും പീഡനം നടന്നു എന്ന് പരാതി കൊടുക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? എന്ത് വിവരക്കേടുകൾ! പത്രക്കാരിങ്ങനെ വിവരക്കേടുകൾ വെച്ച് പറഞ്ഞ ജനങ്ങളുടെ കാര്യം എന്തായിത്തീരും? ദയവ് ചെയ്തുള്ള പരമാവധങ്ങൾ വിളിച്ച് പറയരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് മാപ്പ് ചോദിക്കണം. സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പീഡനം ഇതാണ്. നിങ്ങളുടെ ഈ വർത്തമാനങ്ങളാണ്. സ്ത്രീകളെ അവഹേളിക്കുക, നെഞ്ചുരുകി ചങ്ക് പൊട്ടി അവർ പറയുന്ന പരാതികളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയും. അവരെ സംശയത്തിന്റെ നിലയിലാക്കുക. ഇത് ചെയ്തവരൊക്കെ അങ്ങ് വിശുദ്ധന്മാർ, വിശുദ്ധ പിതാക്കന്മാർ. ഇത് അനുഭവിച്ചവരോ കള്ളത്തരം എഴുതി വിടുന്നവർ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിലൊക്കെ തെളിവ് കിട്ടുന്നത്? നിങ്ങൾ ഇതിലെന്താ വിധി പറയുന്നത്? കോടതിയുടെ മുമ്പിലൊക്കെ കോടതി വിധി പറയട്ടെ. ഇപ്പൊ അന്വേഷണം നടത്തുന്നുണ്ട്. FIR ഇട്ട് അന്വേഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ രാജിവെച്ചാവുന്നു ഇവരുത്തന്റെ വാദം. എന്ത് വൃത്തികളായി പറയുന്നത്! മര്യാദ ഉണ്ടെങ്കിൽ ആരോപണം വരുമ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ്. ഇത് ഒരു ഗൂഢാലോചനയെന്നും പറഞ്ഞ് സ്ത്രീകളെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളെ പോലെ അവർ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കൊന്നും പോവില്ല. നാണക്കേടാണ് ഇതൊക്കെ പറയുന്നത്. വളരെ നാണക്കേടാണ്. അവര് എല്ലാം സഹിച്ചുകൊണ്ട് സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ജീവിതം നഷ്ടപ്പെട്ടു, ജീവിതം പോയി, ജീവിതം നശിച്ചു. അവരെ നശിപ്പിച്ചു കഴിഞ്ഞ് നീ ഒന്നും നഷ്ടപ്പെടാനില്ല ബോധ്യം കൊണ്ട് ഇത് പറയുമ്പോ നിങ്ങൾ പിന്നെ ചത്ത കുതിരയെ പിന്നെ തല്ലിക്കൊല്ലുന്ന പോലെ ചെയ്യുന്ന എന്ത് മര്യാദകേടാണിത്? ഇതാണോ നിങ്ങൾ സ്ത്രീകൾ, ഈ CPM എന്ന് പറയുന്ന കക്ഷി മൊത്തത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ആ ബഹുമാനം, റെസ്പെക്ട്? ഇത് അന്ധം വേണ്ട. ഇത് അന്ധമായിട്ടുള്ള അസത്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ സത്യാനന്തര കാലത്തിന്റെ ഈ സൃഷ്ടികളാണോ ഇത്തരം മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഇത്തരം അന്തിച്ചർച്ച നടത്തുന്ന ആൾക്കാരും ഒക്കെ? എന്താണിത്? ഇത് മര്യാദ കൊണ്ട് സ്ത്രീയുടെ കണ്ണീര് വീണ ഒരു സംസ്ഥാനത്ത് അവരുടെ പക്ഷം ചേർന്ന് നിർത്തണം. ഇരകളുടെ പക്ഷം ചേർന്ന് നിർത്തണം. എന്നാ പിന്നെ യാത്രാ സംഭവത്തിൽ, ഉന്നാവ സംഭവത്തിൽ ഒക്കെ എന്തിനാ നിങ്ങൾ ഇപ്പൊ രാജിവെക്കണം? മണിപ്പൂരിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നാണമില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം. മറ്റുള്ള ആളുകളെ എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ പ്രക്ഷോഭം നടത്തും. എന്താണ് നിങ്ങൾ ഈ കാര്യത്തിൽ പ്രക്ഷോഭം നടത്താത്തത്? അമ്മയ്ക്കെതിരെ, അമ്മയുടെ ഭാരവാഹിക്കെതിരെ, നിങ്ങളുടെ തന്നെ MLA ഒന്നും മാറ്റാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ ഈ സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണ്. നീതിയുടെ പക്ഷമല്ലാതെ CPMന്റെ നയ നിലപാടുകൾക്ക് ചേരുന്നതുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ലാത്ത നിലപാടാണ്. എന്നിട്ട് പോളിറ്റ് ബ്യൂറോയും മൗനമായിട്ടിരുന്ന് അവലംബിക്കുക. എന്താ ഇത് CPMന്റെ നയമാണോ എന്ന് പോളിറ്റ് ബ്യൂറോയിൽ ബുദ്ധിജീവികളുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് ആലോചിക്കണം. CPIന്റെ നിലപാട് അത് കമ്മ്യൂണിസ്റ്റോട് ചേർന്ന് പോകുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഈ കമ്മ്യൂണിസം അറിയാവുന്ന ആരും അത്ഭുതപ്പെട്ടു പോകും. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി. ഇങ്ങനെ ഇനി ന്യായീകരിച്ച് നാറിക്കൊണ്ടിരിക്കരുത്. മുകേഷ് മാത്രമല്ല നാറുന്നത്. ഇതോടുകൂടി CPM മൊത്തത്തിലാണ് ഇങ്ങനെയുള്ള മുസ്ലിം ലീഗ് പോലും കാണിച്ച മര്യാദ കാണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നടത്തുന്നു.